സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് നാടുവിട്ട പത്തനംതിട്ട സ്വദേശിയായ 14-കാരൻ തിരിച്ചെത്തി. മകനെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സിനിമയ്ക്കായി കഥ എഴുതണം. കഥ ഏതെങ്കിലും സംവിധായകനെയോ നിർമ്മാതാവിനെയോ കാണിക്കണം. ഈ ആഗ്രഹവുമായാണ് പത്തനംതിട്ട സ്വദേശി 14-കാരൻ വീട് വിട്ടിറങ്ങിയത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും മധുരയിലേക്ക് തീവണ്ടി കയറി. മധുരയിൽ നിന്നും പിന്നീട് ചെന്നൈയിലേക്കും എത്തി. ചെന്നൈയിൽ ഏതാനും മണിക്കൂറുകൾ ചെലവിട്ടപ്പോൾ കൗമാരക്കാരന്റെ മനസ്സ് പതറി. കൊച്ചിയിലായിരിക്കും തന്റെ സിനിമാ മോഹം പൂവണിയുന്നതിന് അനുയോജ്യമായ സ്ഥലം എന്ന് തീരുമാനിച്ചു. ചെന്നൈയിൽ നിന്നും കൊച്ചി ലക്ഷ്യമാക്കി തീവണ്ടിയിൽ കയറി. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്, എവിടെയാണ് ഡയറക്ടറും എവിടെയൊക്കെ ഇറങ്ങേണ്ടതെന്ന് അറിയില്ല. ഞാനൊക്കെ പേടിച്ചിരിക്കും. അവിടുത്തെ ഭാഷ എനിക്കറിയില്ല, അവിടുത്തെ ആൾക്കാരെ എനിക്കറിയില്ല. ഞാനങ്ങ് ഭയമായിരുന്നു. ഒന്നുകൂടെ ആലോചിച്ചു. അന്നേരം ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് കൊച്ചിയിൽ പോയിവിടാ. കൊച്ചിയിലാകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, എന്നെ പോലെ മലയാളികളായിരിക്കും. തീവണ്ടി യാത്രയിൽ പയ്യനെ ഒരാൾ തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെ വിവരമറിയിച്ചു. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 3-ാം ദിനം 14-കാരൻ വീട്ടിൽ തിരിച്ചെത്തി. ഇനിയും സാറ് പറഞ്ഞു, ഇനി നീ എങ്ങോട്ടും പോകണ്ട, വീട്ടിൽ ഇരുന്ന് കഥ എഴുതുക, എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞു സാറ്. അഭിനയിക്കാനും താല്പര്യമുണ്ടല്ലേ? അഭിനയിക്കാൻ ചെറിയ മോഹമുള്ളൂ. എനിക്ക് കൂടുതലും മോഹം കഥ എഴുതാനാണ്. മാതാപിതാക്കൾക്കായി ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് 14-കാരൻ ചെന്നൈയിലേക്ക് നാട് വിട്ടുപോയത്. 5 വർഷം കഴിഞ്ഞ് തന്നെ ടെലിവിഷനിൽ കാണാം എന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. വീട്ടിലേക്ക് തിരികെ വന്നെങ്കിലും സിനിമാ മോഹം ഈ 14-കാരൻ കൈവിട്ടിട്ടില്ല. തന്റെ ആഗ്രഹം ഒരിക്കൽ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ കൗമാരക്കാരൻ. റിപ്പോർട്ടർ, പത്തനംതിട്ട.